നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഭാരതത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി മൂവാറ്റുപുഴ നഗരസഭ. പതാക ഉയർത്തി ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മാത്യു കുഴൽനാടൻ MLA സന്ദേശം നൽകി. മൂവാറ്റുപുഴ മേള ഫൈൻ ആർട്സ് സൊസൈറ്റി റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. മേള ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് PM ഏലിയാസ് പതാക ഉയർത്തി. മൂവാറ്റുപുഴ നഗരവികസനം, മീഡിയൻ നിർമ്മാണവും കൈവരി നിർമ്മാണവും അശാസ്ത്രീയം. യാത്രക്കാരെ വലിക്കുന്നതായി പരാതി. നടപ്പാതയിൽ പഴയ ടൈലുകൾ ഇളക്കി കൂട്ടിയിട്ടിരിക്കുന്നു. കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടിൽ. യാത്രക്കാർക്ക് അപകട ഭീഷണിയായ PO ജംഗ്ഷനിലെ കുഴി അടയ്ക്കാൻ നടപടി. മൂവാറ്റുപുഴ ന്യൂസ് വാർത്തയെ തുടർന്ന് ടാർ ചെയ്താണ് കുഴിയടച്ചത്. പേടിക്കപ്പള്ളിയിൽ സാഹിതി സായാഹ്നം. പോയാലി സക്കീർ ഹുസൈൻ രചിച്ച മണൽ ചിത്രങ്ങൾ പ്രകാശനം ചെയ്തു. പ്രകാശന ചടങ്ങ് നടത്തിയത് പേടിക്കപ്പള്ളി ഷമ്മ ഓഡിറ്റോറിയത്തിൽ. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായപ്പട രാധാകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. നെഹ്റു പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പതാക ഉയർത്തി. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പതാക ഉയർത്തി. രാഷ്ട്രം 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ മറ്റ് മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ കൗൺസിലേഴ്സിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഓരോ പ്രമുഖരുടെ എല്ലാം സാന്നിധ്യത്തിൽ നമ്മളിന്നിവിടെ ഈ പതാക ഉയർത്തുകയാണ്. തുടർന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നെഹ്റു പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പതാക ഉയർത്തി. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा SI ഉബൈസ് MM-ന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. റിപ്പബ്ലിക് ദിനാഘോഷം എന്ന് പറയുന്നത് ഒരു ചടങ്ങോ ആഘോഷമോ അല്ല. അതിനൊക്കെ അപ്പുറത്ത് ഇന്ന് ഇന്ത്യയുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദിവസമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം വേഴ്സസ് റിപ്പബ്ലിക് രാജ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമ്പോഴും പല ചോദ്യങ്ങളും വന്ന് ഉയർന്നു തന്നെ നിന്നു. ഇന്ത്യ എങ്ങനെ ഭരിക്കപ്പെടണം, എങ്ങനെ സമത്വം ഉറപ്പുവരുത്താം, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നീതി എങ്ങനെ ലഭിക്കാം, ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ടാണ് ഡോക്ടർ BR അംബേദ്കറിന്റെ അധ്യക്ഷതയിൽ സമിതി നിലവിൽ വരുന്നതും ദീർഘകാലത്തെ പരിശ്രമങ്ങളുടെയും പഠനങ്ങളുടെയും ഒക്കെ ഭാഗമായി ഭരണഘടന നിലവിൽ വരുന്നതും. 1950 ജനുവരി 26 ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിന്നു. എല്ലാവരും സമന്മാരാണ്. നിയമത്തിലൂടെ ലോകത്തിൽ രാജ്യത്തുള്ള എല്ലാ വ്യക്തികൾക്കും സമത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യ ഇങ്ങനെ തലയുയർത്തി നിന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു റിപ്പബ്ലിക് ദിന ആഘോഷം. മാത്യു കുഴൽനാടൻ MLA റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ജനാധിപത്യ സംവിധാനമാണ് രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിച്ചതെന്ന് MLA പറഞ്ഞു. 77 ആണ്ടുകൾക്കപ്പുറം ലോകത്ത് തന്നെ ഏറ്റവും ഉന്നതിയിലേക്ക്, ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറാൻ നമുക്ക് കഴിഞ്ഞു. അതിന് കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാവരെയും, എത്ര വലുതും ചെറുതും, എത്ര ഭൂരിപക്ഷമാണെങ്കിലും എത്ര ന്യൂനപക്ഷമാണെങ്കിലും, എത്ര അവശനാണെങ്കിലും എത്ര ദുർബലനാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും അവരെല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്നതാണ്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പും കരുത്തും ഈ രാജ്യം നിലനിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സംസ്കാരത്തിലാണ്. തുടർന്ന് മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ ദീപം തെളിയിക്കലും പുഷ്പാർച്ചനയും നടത്തി.
നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അസം ബേഗം, ജിനു ആന്റണി മടയ്ക്കൽ, CM ഷുക്കൂർ, രജിത P, ഷഹന മാഹിൻ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും വിവിധ സ്കൂളുകളിലെ NSS SPC വോളണ്ടിയർമാരും നഗരസഭാ ജീവനക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. മൂവാറ്റുപുഴ മേള ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. മേള ഓഡിറ്റോറിയത്തിന് മുന്നിൽ പ്രസിഡന്റ് PM ഏലിയാസ് പതാക ഉയർത്തി. മൂവാറ്റുപുഴ മേള ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ രാജ്യത്തിന്റെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. മേള ഓഡിറ്റോറിയത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ മേള പ്രസിഡന്റ് PM ഏലിയാസ് പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെതാണ്. 76 വർഷമായി നമ്മളത് യാതൊരു പോറലും കൂടാതെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപോഷിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. ലോകത്ത് ഒട്ടനവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും അവയ്ക്കൊന്നും നിലനിൽക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ എല്ലാ സത്വവും നിലനിർത്തിക്കൊണ്ട് ഈ ഭരണഘടന മുൻനിർത്തി ഇപ്പോഴും പുരോഗതിയിലേക്ക് ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. സെക്രട്ടറി മോഹൻദാസ് S, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. Welcome to Vimalagiri International School, Muvattupuzha. Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി റോഡിന് നടുവിൽ നിർമ്മിച്ച മീഡിയനും നടപ്പാതയിലെ കൈവരിയും യാത്രക്കാരെ വലിക്കുന്നതായി പരാതി. നഗരം മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നെഹ്റു പാർക്കിലെ നടപ്പാതയിൽ പഴയ ടൈലുകൾ ഇളക്കി നടപ്പാതയിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടാവുന്നു. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി റോഡിന് നടുവിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച മീഡിയനും നടപ്പാതയിലെ കൈവരിയും യാത്രക്കാരെ വലിക്കുന്നതായി പരാതി. PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ റോഡിന് നടുവിലെ മീഡിയൻ നിർമ്മാണം റോഡിന്റെ വീതി കവർന്നെടുത്തതിനാൽ സുഗമമായ വാഹനയാത്ര പലപ്പോഴും ഇവിടെ തടസ്സപ്പെടുകയാണ്. ഇതുമൂലം നഗരവികസനത്തിന് പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. റോഡരികിൽ വാഹനം തകരാറിലായും യാത്രക്കാരെ കയറ്റാൻ ബസ് സ്റ്റോപ്പിൽ നിർത്തിയാലും രണ്ടുവരി ഗതാഗതം സാധ്യമല്ലാതെ നീണ്ട നിര രൂപപ്പെടും. രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. വാഹനങ്ങൾ തമ്മിൽ ഉരസലുകളും തർക്കങ്ങളും പതിവായിരിക്കുകയാണ്. നഗരം മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടപ്പാതയിൽ റോഡിനോട് വളരെ ചേർന്ന് കൃത്യതയില്ലാതെ നിർമ്മിച്ച ഇരുമ്പ് വേലിയിൽ വാഹനങ്ങൾ തട്ടിയും അപകടമുണ്ടാകുന്നുണ്ട്. തടിലോറിയും ഭാരവാഹനങ്ങളും റോഡിൽ തിങ്ങി കടന്നു പോകുമ്പോൾ ഇരുമ്പ് വേലികളിൽ തട്ടുന്നത് നടപ്പാതയിലൂടെ നടന്നു പോകുന്ന യാത്രക്കാരുടെ ജീവനും ഭീഷണിയാവുകയാണ്. കഴിഞ്ഞ ദിവസം ടൗൺ ഹാളിന് മുന്നിൽ ഇരുമ്പ് വേലി തകർത്തെത്തിയ വാഹനം ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചിരുന്നു. നിർമ്മാണ സമയത്ത് തന്നെ TV ജംഗ്ഷനിലെ വളവിലും വലിയ പാലത്തിലും കൈവരി തകർത്ത വാഹനാപകടം നടന്നിരുന്നു. നഗരം മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നെഹ്റു പാർക്കിലെ നടപ്പാതയിൽ പഴയ ടൈലുകൾ ഇളക്കി നടപ്പാതയിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി അസീസ് പറഞ്ഞു. യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെ കൂട്ടിയിട്ടാണ്. അപ്പോൾ അതോട് പറഞ്ഞു മടുത്തു. ടൗണിലൊന്ന് കടക്കാനും അങ്ങോട്ട് കടക്കാനും ഫുട്പാത്ത് ഒഴിവാക്കിയിട്ട് ജനങ്ങൾക്ക് കടക്കാൻ വേണ്ടി ഇത് അത്രമാത്രം കഷ്ടപ്പാട് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപകടം എപ്പോഴും ഉണ്ടാവുക. അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാനുള്ള നടപടി എന്തായാലും എടുക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ ആഴ്ചക്കാരും ആ കഷ്ടപ്പാടിലുള്ള ആൾക്കാരൊന്നും നടക്കാൻ പോയി ടൗണിലാളില്ല വണ്ടി അങ്ങോട്ട് വണ്ടി. ഇവ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. യാത്രക്കാർക്ക് അപകട ഭീഷണിയായി PO ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴിയടയ്ക്കാൻ നടപടി. മൂവാറ്റുപുഴ ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് യാത്രക്കാരുടെ നടുവൊടിക്കും വിധം രൂപപ്പെട്ട കുഴിയടയ്ക്കാൻ മൂവാറ്റുപുഴ ന്യൂസ് വാർത്തയെ തുടർന്ന് നടപടി. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം യാത്രക്കാരെ അപകടത്തിലാക്കി രൂപപ്പെട്ട കുഴിയാണ് ടാർ ചെയ്തടച്ചത്. PO ജംഗ്ഷനിൽ നിന്നും ആരക്കുട റോഡിലേക്ക് തിരിയുന്നിടത്താണ് നാളുകളെ കുഴി രൂപപ്പെട്ടിരുന്നത്. വാഹനങ്ങൾ കുഴിയിൽ ചാടാതിരിക്കാൻ വെട്ടിക്കുന്നതും വേഗത കുറയ്ക്കുന്നതും വലിയ അപകടത്തിനും ഗതാഗത കുരുക്കിനും കാരണമായിരുന്നു. നഗരത്തിന്റെ തിരക്കേറിയ ഭാഗത്ത് കുഴി രൂപപ്പെട്ടതോടെ സ്ത്രീകൾ അടക്കമുള്ള ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും കുഴിയിൽ ചാടുന്ന വാഹനങ്ങളുടെ അടിത്തട്ടുന്നതും കേടുപാട് സംഭവിക്കുന്നതും പതിവായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ ന്യൂസ് വാർത്ത നൽകിയത്. ഇതേ തുടർന്നാണ് ടാർ ചെയ്ത് കുഴിയടച്ചത്. MCS Hospital,
We take care of your health. പോയാലി സക്കീർ ഹുസൈൻ രചിച്ച മണൽ ചിത്രങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശനവും സാഹിതി സായാഹ്നവും സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പൈപ്ര രാധാകൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. അക്ഷരങ്ങളുടെയും സംഗീതത്തിന്റെയും മനോഹരമായ സംഗമത്തിന് വേദിയൊരുക്കി പോയാലി സക്കീർ ഹുസൈൻ രചിച്ച മണൽ ചിത്രങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും സാഹിതി സായാഹ്നവും സംഘടിപ്പിച്ചു. പേടിക്കപ്പള്ളി ഷമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പൈപ്ര രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു. മണൽ ചിത്രങ്ങളുടെ ആദ്യ പ്രതി ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ ഏറ്റുവാങ്ങി. വയലാർ ശരത് ചന്ദ്രവർമ്മ സാറാണ്. എഴുതുന്ന പല ചിത്രങ്ങളുടെ ഭാഗമാണ്. ഇപ്പോൾ ഋതുക്കൾ എന്ന് പറയും, നമ്മൾ 6 ഋതുക്കൾ നമുക്കുണ്ട്. വസന്തം, അത് പുഷ്പകാലമാണ്. കാലം വന്നിട്ട് ഭൂമിയിൽ വസന്തം കൊണ്ട് ചിത്രം എഴുതും. പുഷ്പാഭരണം വസന്തദേവന്റെ തിരുവാഭരണം. ശ്രീകുമാരൻ എഴുതുക. പുഷ്പാഭരണം, ഭൂമി മുളച്ചത് വളർത്തിയെടുത്ത മരങ്ങളിലേക്ക് പുഷ്പം കൊണ്ട് ആഭരണം ചാർത്തുന്നു. അത് ചിത്രം വരയ്ക്കലാണ്. വസന്തദേവന്റെ തിരുവാഭരണം. പുൽക്കൊടി തോറും പുതുമഞ്ഞൊരുങ്ങിയ രത്നാഭരണം. കണ്ടിട്ടില്ല രാവിലെ നിൽക്കുന്നത് പിന്നെ അറ്റത്ത് മഴത്തുള്ളിയിൽ സൂര്യൻ തിളങ്ങുന്നത് രത്നാഭരണം. പക്ഷേ കവിയുടെ കരളിൽ കവിതാമലരാം കനകാഭരണം കനകാഭരണം. ഇത് രണ്ടും കണ്ട് കവി അത് പകർത്തുമ്പോൾ കവിതയുടെ മലരാകുന്ന പൂവാകുന്ന ഒരു കനകാഭരണമാണ്. ആ ദൗത്യമാണ് ഇപ്പം മണൽചിത്രങ്ങളിലൂടെ സക്കീറും ചെയ്തിരിക്കുന്നത്. കേരള ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ബി ജോസുകുട്ടി പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി. യെസ് പ്രസ് ബുക്ക് ചീഫ് എഡിറ്റർ സുരേഷ് കീഴിലം, നവചിന്ത സാംസ്കാരിക വേദി ചെയർമാൻ സിജു വളവിൽ, ഗ്രന്ഥകാരൻ പോയാലി സക്കീർ ഹുസൈൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അക്ഷര കൂട്ടായ്മയ്ക്ക് മാധുര്യമേകി ഗായിക സുഗമ ടീച്ചർ വയലാർ രചിച്ച വിഖ്യാതമായ ഗാനങ്ങൾ ആലപിച്ചു. മൂവാറ്റുപുഴ നവചിന്ത സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നാട്ടുകാരും സാഹിത്യ പ്രേമികളും ഉൾപ്പെടെ നിരവധി പേർ സാഹിത്യ സായാഹ്നത്തിൽ പങ്കെടുത്തു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. പെരിങ്ങട് സെന്റ് ജോസഫ് തീർത്ഥാടന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 31 മുതൽ ഫെബ്രുവരി 3 വരെ നടത്തപ്പെടും. തിരുനാളിന് മുന്നോടിയായുള്ള 9 ദിവസത്തെ നൊവേന ആരംഭിച്ചു. 31-ന് വൈകിട്ട് 5-ന് കൊടിയേറ്റ്, തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠയും ലതീഞ്ഞും, വൈകിട്ട് 5:15-ന് വിശുദ്ധ കുർബാനയും സന്ദേശവും, 6:30-ന് ദിവ്യകാരുണ്യ ആരാധനയ്ക്കും പ്രദക്ഷിണത്തിനും ഫാദർ ജെയിംസ് ചൂരത്തൊട്ടി നേതൃത്വം നൽകും. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തൃക്കളത്തോട് ചാലിൽ CK നാരായണൻ 79 നിര്യാതനായി. സംസ്കാരം നടത്തി പരേതൻ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ മുൻ സെക്രട്ടറിയാണ്. ഭാര്യ സാവിത്രി, പായപ്പട മാനാറി അക്കീര കുടുംബാംഗം. മക്കൾ CN പ്രസാദ്, CN പ്രദീപ്, അഡ്വക്കേറ്റ് CN പ്രകാശ്. മരുമക്കൾ സിനി പ്രസാദ്, ആശാ പ്രദീപ്, രാജി P ശ്രീധർ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.